ഇനി ഇതാ നമ്മൾ സമരപന്തലിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, മന്ത്രിയുടെ പ്രതികരണം അത് ഡാൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല. എന്തായാലും അത്ര പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണമല്ല മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് ചർച്ചയ്ക്ക് ഔദ്യോഗികമായി വിളിച്ചില്ല എങ്കിലും പലതവണയായി ആശയവിനിമയം നടത്തി സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. വിദ്യാർത്ഥികളുടെ അനുപാതം കണക്കാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിയമനം നൽകാതെ ഇപ്പോൾ റീഡ്സ് എടുക്കാനാണ് ഈ പ്രതിപക്ഷം എത്തുന്നത് എന്നുകൂടി പറയുകയാണ് മന്ത്രി. വൈകാരികമാകുന്നൊരു സമരമുഖമാണ്. അവിടുത്തെ ബാനർ തന്നെ മരണം വരെ നിരാഹാരം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സമരക്കാരോട് നമുക്ക് ഇക്കാര്യം തീർച്ചയായും അവർ പ്രതീക്ഷയോടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു പശ്ചാത്തലം ഞാൻ ഡാനിനെ അറിയിച്ചു എന്നേ ഉള്ളൂ. 37 ദിവസമായി LPST റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ സമരം തുടങ്ങിയിട്ട് ഈ കിടക്കയിൽ നിരാഹാര സമരം ആരംഭിച്ചിട്ട് 13 ദിവസവുമായി. നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്ന സമരസമിതി നേതാവ് ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ മന്ത്രി എൻ ശംസുദ്ദീനുമായുള്ള ചർച്ചകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ അനക്സ് 2 ഓഫീസിലേക്ക് പുറപ്പെട്ടിരിക്കുന്നതും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രായോഗികമായ ചില കാരണങ്ങൾ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിലെ പരിമിതികളും ബുദ്ധിമുട്ടുകളും വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താനുമൊക്കെ തയ്യാറായത്. അതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു രാഷ്ട്രീയ വിമർശനമായി CPM അതിനെ ആയുധമായി ഉപയോഗിക്കുന്നു എന്നൊരു ആക്ഷേപം കൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിയമനം കാത്തുകിടക്കുന്ന 11,000 LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രശ്ന പരിഹാരത്തിന് അടിയന്തരമായി എന്ത് നടപടി സർക്കാർ തലത്തിൽ സ്വീകരിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധി എന്നോടൊപ്പം ചേരുന്നു. എന്താണ് പേര്? ലിയോ ജെ ജോൺ. എവിടെയാണ് സ്ഥലം? സ്വദേശം പത്തനംതിട്ടയാണ്, തിരുവല്ലയ്ക്ക് അടുത്താണ്. 37 ദിവസം ഇവിടെ ഉണ്ട്. 37 ദിവസമല്ല, ഞാൻ ഈ സമരത്തിനകത്ത് ചേർന്നേ ഉള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PSC ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രതിനിധിയല്ല. ഞാൻ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്നതാണ്. കാരണം ഇവിടുത്തെ കേരളത്തിലത്തെ ഇത്രയധികം ജനങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറേയധികം റാങ്കിൽ വന്ന കുറേയധികം യുവാക്കൾ ഇവിടെ കിടക്കുമ്പോൾ PSC വേണ്ട എന്ന് പറഞ്ഞ് PSCയിലേക്ക് ഒരിക്കലും താല്പര്യമില്ല എന്ന് പറഞ്ഞ് എന്തിനാ PSC എഴുതുന്നതെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും ആ PSC എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ വിശ്വാസം അർപ്പിച്ച് റാങ്കി മേടിച്ച് കുറേയധികം യുവാക്കൾ ഇവിടെ വന്നിങ്ങനെ തെരുവിൽ കിടക്കുമ്പോൾ കുറഞ്ഞപക്ഷം എന്നാൽ കഴിവത് ഐക്യദാർഢ്യമെങ്കിലും പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വരണമെന്ന് കരുതി ഞാൻ ഇവിടേക്ക് വന്നതാണ്. ഇന്ന് ആദ്യമായിട്ടാണ്? അല്ല, ഞാനിവിടെ 2 ദിവസമായി രാത്രി ഇവരോട് ഇവിടെ സ്റ്റേ ഉണ്ട്. ഇവരോടൊപ്പം തന്നെയാണ്, ഇവർക്കൊപ്പം നീതി കിട്ടുന്നത് വരെ. നീതി കിട്ടുമെന്നാണ് പറയുന്നത്? നീതി കിട്ടുമെന്ന് തന്നെയാണ് ഉറപ്പ്. കാരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചർച്ചയ്ക്കായി വിളിച്ചിട്ടുണ്ട്. അപ്പം സർക്കാർ കേൾക്കും. ആ ഒരു നീതിക്കായിട്ടാണ് സർക്കാർ വിളിച്ചതെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഓക്കെ. എത്രയും പ്രതീക്ഷയോടെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചർച്ച നോക്കിക്കാണ്? തീർച്ചയായും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഈ 13ാമത്തെ നിരാഹാരത്തിൻ്റെ 13ാം ദിവസത്തിലെങ്കിലും ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചല്ലോ. അത്രയും വൈകിപ്പോയതിൽ ഞങ്ങൾക്ക് ചെറിയൊരു വിഷമമുണ്ട്. കാരണം പ്രായോഗികമായ ചില കാരണങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള LDF 10 വർഷം ഭരിക്കുന്ന സമയത്തും നിങ്ങൾ ഈ പ്രതിഷേധവുമായി പലതവണ സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങിയതാണ്. അപ്പോഴൊന്നും അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്നവരാണ് ഇപ്പോൾ ഇങ്ങനെ റീൽസ് എടുത്ത് കളിക്കുന്നതെന്നൊരു വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനോട് എങ്ങനെ പ്രതികരിക്കും? ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. 1:25 എന്നുള്ള റേഷ്യോ നടപ്പിലാക്കുക, അതും ഡിവിഷൻ 4 വന്ന സ്കൂളുകളിൽ മാത്രം. അത് സർക്കാരിന് ഒരു ബാധ്യതയായി വരുന്നില്ല. കാരണം മുൻപ് എത്രയാണോ സാലറിന് കൊടുത്തിരുന്നത് അതേ സാലറിനെ വീണ്ടും കൊടുക്കണം എന്നുള്ളത് അതും ഡിവിഷൻ 4 വന്ന സ്കൂളുകൾ മാത്രം ആയതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരൊക്കെ അപ്രൂവൽ കൊടുക്കുന്നതിന് അവർക്ക് സാമ്പത്തിക ബാധ്യതയായി കാണുന്നില്ല. പ്രിയദർശിനി കൊണ്ടുവരുമ്പോൾ അവർക്ക് സാമ്പത്തിക ബാധ്യതയായി തോന്നിയില്ല. ഞങ്ങളെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഞങ്ങളെ കാര്യങ്ങൾ മാത്രം പരിഗണിക്കുമ്പോൾ മാത്രമാണ് അവർക്കൊരു സാമ്പത്തിക ബാധ്യത വരുന്നത്. മാത്രമല്ല, അധികാരത്തിൽ വന്നാൽ ആദ്യം പരിഹരിക്കാൻ ഞങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ സർക്കാരാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടായാൽ ഒരു അനുനയ നീക്കം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? തീർച്ചയായും ഞങ്ങളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുകയാണെങ്കിൽ ഈ സമരം ഞങ്ങളിവിടെ നിർത്തും. അല്ലെങ്കിൽ സമരം തുടരുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാകുന്നത് വരെ ശക്തമായി തന്നെ തുടരാനാണ് തീരുമാനം. ശക്തമായി തുടരുക തന്നെ ചെയ്യും. അപ്പോൾ അത്തരത്തിലാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതികരണങ്ങൾ. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന നിലപാട് വ്യക്തമാക്കുകയാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധികൾ. അവർക്ക് ഐക്യദാർഢ്യം സൂചിപ്പിക്കുന്ന പോലെ സമരം 37ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരാഹാര സമരം 13ാം ദിവസമാണ്. അപ്പോഴാണ് സർക്കാർ ഔദ്യോഗികമായ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്നതിൽ പരാതിയുണ്ട്
പരിഭവമുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. ഒരു ഭാഗത്ത് PSC അർഹരായവർക്ക്, യോഗ്യരായവർക്ക്, കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി പട്ടികയിൽ ഒന്നാമതെത്തിയവർക്ക് പോലും നിയമനം നൽകുന്നില്ല എങ്കിൽ മറുഭാഗത്ത് PSC തന്നെ താല്പര്യമുള്ളവർക്ക് പ്രൊമോഷന് വേണ്ടിയും അതോടൊപ്പം തന്നെ നിയമനം നൽകുന്നതിനും വേണ്ടി ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തുന്നതിൻ്റെ വിവരങ്ങൾ PSCയുടെ തന്നെ ആഭ്യന്തര അന്വേഷണത്തിൽ പുറത്തു വന്നു കഴിഞ്ഞതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.